ഇന്നലെ പിശാചിൻ്റെ വഞ്ചനയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു യേശുവിനെ കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് അവൻ നമ്മളെ വഞ്ചിക്കുന്നതെന്ന്, മറ്റൊരു സുവിശേഷം കാണിച്ചുകൊണ്ട്. ഈ മറ്റൊരു യേശുവാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ മറ്റൊരു സുവിശേഷത്താൽ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊരാത്മാവിനെ ആയിരിക്കും, പരിശുദ്ധാത്മാവിനെ ആയിരിക്കുകയല്ല. ഇന്ന് ലോകം മുഴുവൻ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ സാക്ഷികളായിരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൽ ആളുകൾക്ക് താല്പര്യമില്ല. ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കമുള്ളതും കണ്ടെത്തുന്നവർ ചുരുക്കവുമാണ്. ദൈവം പ്രാഥമികമായിട്ടും എന്നെ ഇന്ത്യയിലേക്കാണ് വിളിച്ചത്. കഴിഞ്ഞ 74 വർഷവും ഞാൻ അവിടെയാണ് ജീവിച്ചത്. അവിടെ അവനെ സേവിക്കാനായിട്ടാണ് അവൻ എന്നെ വിളിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, 120 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അതിൽ 98% ആളുകൾ മറ്റ് മതങ്ങളിൽപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ, സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരെ തപ്പി ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെനിക്ക് താല്പര്യമില്ല. എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. നരകത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ നോക്കുന്ന ഇപ്രകാരമുള്ള ആളുകളെയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്. അങ്ങനെയുള്ളവരുടെ സംഖ്യ വളരെ വളരെ കുറവാണ്, വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും. എനിക്കറിയില്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹം ഈ ഭൂമിയിൽ യേശുവിൻ്റെ കാൽപ്പാട് നോക്കി നടക്കുന്നതും അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതുമാണെന്ന്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം കർത്താവിനോട് പറയാൻ കഴിയും, കർത്താവെ, ഞാനൊരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, എൻ്റെ വേല ഞാൻ പൂർത്തീകരിച്ചു. നിങ്ങളുടെ ആഗ്രഹം അതാണോ? അങ്ങനെയുള്ള ആളുകളിൽ മാത്രമാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്ന്. അവരെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലായാലും മറ്റെവിടെ ആയാലും അങ്ങനെയുള്ള ആളുകളിൽ മാത്രമാണ് എനിക്ക് താല്പര്യം. അങ്ങനെയുള്ള 11 പേരെ യേശു കണ്ടു. യേശു അതിൽ സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താ അന്വേഷിക്കുന്നുള്ള പ്രധാനമാണ്. ഞാൻ പറയുന്ന ഒരു ചെറിയ സഭ നിശ്ചയമായിട്ടും ശക്തമായ ഒരു സഭയാണെന്നല്ല. അതല്ല ഞാൻ പറയുന്നത്. ഒരു പ്രയോജനമില്ലാത്ത ധാരാളം ചെറിയ സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ദൈവം പിന്തുണയ്ക്കുന്നില്ല. അവർ മരിച്ച ഒരു ചെറിയ കൂട്ടമാണ്. അവരിൽ ഒരു ജീവനും കാണാനില്ല. അവർ ചെറിയ കൂട്ടമാണ്. ചെറിയ കൂട്ടായ്മകളെല്ലാം ശക്തമായ കൂട്ടായ്മ ആയിരിക്കണമെന്നില്ല. പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രാദേശിക സഭയിലുള്ള എല്ലാവരും അവിടെ കൂടി വരേണ്ടത് യേശുവിനെ അനുഗമിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ആയിരിക്കണം. അവിടുത്തെ സംഗീതം കൊണ്ടായിരിക്കരുത്, അവരുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ നല്ല പ്രസംഗകരുള്ളതുകൊണ്ടും ആയിരിക്കരുത്. അവരിതുകൊണ്ടായിരിക്കണം കൂടി വരേണ്ടത്, ഞങ്ങൾ യേശുവിൻ്റെ കാൽപ്പാട് നോക്കി പിൻഗമിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവൻ്റെ ജീവിക്കുന്ന സാക്ഷികളാവണം. പിശാചിൻ്റെ അതിരിൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഞങ്ങൾക്ക് ആഘോഷിക്കണം. ഈ ഭൂമി മുഴുവനും അവൻ്റെ അതിരിപ്പെടും. അവൻ്റെ ജയം പ്രഘോഷിക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ ദൈവത്തിന് ഈ ഭൂമിയിൽ ആവശ്യമാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ എവിടെ ജീവിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിന് നീ ജീവിക്കുന്ന ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ, നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവം നിർമ്മലമായൊരു സാക്ഷ്യം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പാർക്കുന്ന ഈ അറ്റ്ലാന്റ, ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും 100 കണക്കിന് ഇതുപോലുള്ള സാക്ഷ്യങ്ങളുടെ ആവശ്യമുണ്ട്. കാരണം ഇത് പരന്നു കിടക്കുന്ന വലിയ ഒരു പ്രദേശമാണ്. ആളുകളുടെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ പിശാചിൻ്റെ ഈ അതിരിനുള്ളിൽ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നവരായിട്ട്, യേശുവിൻ്റെ ആ ജീവനുള്ളവരായിട്ട്, ഈ അന്ധകാരത്തിൻ്റെ നടുവിൽ കൈത്തിരികളായിട്ട്. ഞാൻ പറയട്ടെ, അതല്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമെങ്കിൽ ഒഴുകി നടക്കുന്നവരെ പോലെ നിങ്ങൾ ജീവിക്കാനായിട്ടിടയാവും. നിങ്ങൾക്കറിയാമല്ലോ, നദിയിൽ ഒഴുകി നടക്കുന്ന മരക്കഷ്ണങ്ങളെ പോലെ ആയിരിക്കും നിങ്ങൾ. കടലിൽ ഒഴുകി നടക്കുന്ന മരക്കഷ്ണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങോട്ടാണ് ഒഴുകി നടക്കുന്നത് നിങ്ങൾക്കറിയില്ല. കാറ്റ് ഈ വഴിക്ക് അടിക്കുമ്പം അത് ആ വഴിക്ക് ഒഴുകി പോകും. കാറ്റ് ഇങ്ങോട്ടടിച്ച് അങ്ങോട്ട് പോകും. ഒത്തിരി ക്രിസ്ത്യാനികളും ഇതുപോലാണ്. എന്നാൽ എഞ്ചിനുള്ള ഒരു കപ്പൽ അത് ഇതുപോലെ ഒഴുകി നടക്കുകയില്ല. അത് പോകാൻ ഉദ്ദേശത്തോട്ട് തന്നെ പോകും. എന്തുകൊണ്ടാണ് ദൈവം പിശാചിനെ ആളുകളെ വഞ്ചിക്കാൻ അനുവദിക്കുന്നത്? മറ്റൊരാത്മാവിനെ പ്രാപിക്കാനായിട്ട് അവൻ്റെ ജനത്തെ എന്തുകൊണ്ടാണ് അവൻ അനുവദിക്കുന്നത്?
എത്ര ആശ്ചര്യകരമാണ്! ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്. നീ ആത്മാവിൽ നിറഞ്ഞാൽ നീ അന്യഭാഷ സംസാരിച്ചിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്. എന്നാൽ ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഇത് ആത്മാവിൻ്റെ ഒരു ദാനമാണ്. എന്നാൽ എല്ലാവർക്കും അത് കൊടുക്കുന്നില്ല. ആത്മാവിൽ ഒരാൾ നിറഞ്ഞു എന്നുള്ളതിൻ്റെ ശരിയായ തെളിവ് ഇതല്ല. അപ്പോസ്തല പ്രവൃത്തി 1:8 യേശു അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ്? അന്യഭാഷയല്ല, ശക്തി. യേശുവിൻ്റെ വാക്കുകളിലേക്ക് ആളുകൾ മടങ്ങിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പ്രസംഗകരുടെ വാക്കിലേക്കല്ല. യേശുവിൻ്റെ വാക്കുകളെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, പാസ്റ്റർമാരുടെ വാക്കുകളല്ല. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇതിനേക്കാളും വ്യക്തമായിട്ട് പറയാൻ കഴിയുമോ? അപ്പോസ്തല പ്രവൃത്തി 1:8 എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? കാരണം ആളുകൾ വേദപുസ്തകം വായിക്കുന്നില്ല. യേശു പറഞ്ഞ എന്താണെന്ന് അവർക്കറിയില്ല. പ്രസംഗകർ പറയുന്ന അവർ കേൾക്കുന്നു. ഞാൻ അന്യഭാഷ പറയാത്തവനാണെങ്കിൽ ആളുകൾ പറയും നിനക്ക് അതില്ലാത്തതുകൊണ്ട് നീ അസൂയ കൊണ്ട് പറയുന്നതാണെന്ന്. ഞാൻ അന്യഭാഷ പറയുന്നവനാണ്. ഇപ്പോഴും അത് പറയുന്നവനാണ്. ഇന്നും കഴിഞ്ഞ 40 കൊല്ലമായി. എന്നാൽ ഞാൻ പറയുന്നു, അതല്ല ആത്മാവ് നിറഞ്ഞതിൻ്റെ ലക്ഷണം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഒരു മനുഷ്യന് ദുരാത്മാവ് കയറിയാൽ അവൻ ദുഷ്ടനായി മാറും. ഒരുവൻ അശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ അവൻ അശുദ്ധനായി തീരും. ഒരുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അവൻ എന്താകണം? വിശുദ്ധനാകണം. അത് വളരെ വ്യക്തമല്ലേ? ഒരു കുഞ്ഞിന് പോലും അത് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു അശുദ്ധാത്മാവ് ഒരാളെ അശുദ്ധനാക്കി മാറ്റുന്നുവെന്ന്, ദുരാത്മാവ് അവനെ ദുഷ്ടനാക്കുന്നുവെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് അവനെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കുന്നു. ചവറാണ്. ഭൂതബാധിതർ അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബുദ്ധിസ്റ്റുകളും മറ്റ് മതത്തിലുള്ളവരും അന്യഭാഷ പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിനാലാണോ പറയുന്നത്? പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ്റെ പഠിപ്പീര് കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. എന്തുകൊണ്ടാണ് ഇവർക്ക് മറ്റൊരു ആത്മാവിനെ ലഭിക്കുന്നത്? കാരണം അവർ വിശ്വസിക്കുന്ന മറ്റൊരു യേശുവിലാണ്. അവർ കേട്ടത് മറ്റൊരു സുവിശേഷമാണോ? യേശു നിങ്ങളെ സമ്പന്നനാക്കുമെന്നുള്ള മറ്റൊരു സുവിശേഷം. സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഈ ഭൂമിയുടെ മുഖത്ത് ജീവിക്കുന്നുണ്ടോ? യേശു ആരോഗ്യം തരും. ആരോഗ്യം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഈ ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിട്ടുണ്ടോ? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് അവനെ സ്വീകരിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് യേശുവിനെ അവരെ ക്രൂശിച്ച് കളഞ്ഞത്? അവരെ സമ്പന്നനും ആരോഗ്യമുള്ളവനാക്കാനായിട്ടാണ് വന്നെങ്കിൽ മുഴുവൻ ലോകം അവനെ സ്വീകരിക്കില്ലായിരുന്നു. ഇന്ന് ക്രിസ്തീയ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്ന യേശു ഏതാണ്? മറ്റൊരു യേശുവാണ്. ആ മറ്റൊരു യേശുവാണ് മെഗാ ചർച്ചുകളെ ആളുകളെ കൊണ്ട് നിറയ്ക്കുന്നത്, ഒരു വ്യാജ സുവിശേഷവുമായിട്ട്. യഥാർത്ഥ യേശു പറയുന്നത്, വന്ന് മരിക്കുക, നിനക്കെന്നെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദിനം പ്രതി നിന്റെ ക്രൂശ് എടുക്കുക. ഞാൻ പറയട്ടെ, 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞപ്പം അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു. ഒരു ദിവസം നിങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുകയാണ്, ക്രൂശ് ചുമപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യനുമായിട്ട് റോമൻ പട്ടാളക്കാർ പോകുന്നു. നിങ്ങൾക്കറിയാം അവൻ എങ്ങോട്ടാണ് പോകുന്നത്. അവനെ കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ്. തൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് തൻ്റെ കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ആളുകളോട് യേശു പറഞ്ഞത് ഈ കാര്യമാണോ? എല്ലാ ദിവസവും സ്വയത്തിന് മരിക്കുക, ഈ ലോകത്തിനായിട്ട് ജീവിക്കുന്ന അവസാനിപ്പിച്ച് എനിക്കായി ജീവിക്കുക. ഇതല്ല ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം.